പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്ലാസ്സുകൾ അനേകർക്ക് അനുഗ്രഹമായെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ക്ലാസ്സാണ്. നിങ്ങളത് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അനേകരെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. പലരും എന്നെ വിളിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടെല്ലാം മറുപടി ഞാൻ കൊടുക്കുന്നുമുണ്ട്. ഇന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് എന്തോ ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണം മുന്നോട്ട് പോകാം. ചോദിച്ചാൽ ചോദ്യം ഇതാ, നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞു ബി ആങ്ഷ്യസ് ഫോർ നത്തിങ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന്. എവറിത്തിങ് വിത്ത് പ്രേയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് മേക്ക് യുവർ റിക്വസ്റ്റ് നോൺ ടു ഗോഡ്. പിന്നെ നമുക്ക് അറിയാം, when Christ died on the cross, he said it is finished. That is, he has accomplished everything. He has given us everything with his death on the cross. Engil, what is the right way to pray? If God has already given us everything, what is the right way to pray? Wow. അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മറുപടി പറയണമെങ്കിൽ നമുക്കൊരു ഉപവാസ പ്രാർത്ഥനയൊക്കെ ആയിട്ട് സാധാരണ ചർച്ചകളിൽ 2-3 ദിവസം ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇത് പഠിപ്പിക്കാം. നമുക്കിത് ചെയ്താൽ അനേക ക്ലാസ്സുകളായിട്ട് നമുക്ക് ചെയ്യാം. എന്നാലും അതിൻ്റെ ബേസിക് ആയിട്ട് നല്ലൊരു ചോദ്യമാണ്. താങ്ക് യു ഫോർ ആസ്കിങ് ദറ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ നമുക്ക് റൈറ്റ് വേ പ്രാർത്ഥിക്കാം? ഇപ്പോൾ ഞാൻ ഇതാണ് റൈറ്റ് വേ എന്ന് പറഞ്ഞൊരു മാർഗം ഞാൻ പറഞ്ഞു തരുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് വചനത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഞാൻ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. പക്ഷേ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ചർച്ചിൽ കടന്നു പോയിട്ടുണ്ടല്ലോ, ആ ചർച്ചിൽ ആരെങ്കിലും പക്ഷേ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മള് എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പിന്നെ വല്ലവരും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് അതുപോലെ കോപ്പി അടിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി അങ്ങനെ. എന്നെ ആരും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല അല്ലേ? നമ്മൾ വിശ്വാസത്തിലൊന്നും ഓരോ സഭകളിൽ കടന്നു പോകുന്നു. അപ്പോൾ പലരും പ്രാർത്ഥിക്കുന്നത് കേൾക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. നമുക്ക് പ്രാർത്ഥന ചൊല്ലാൻ അറിയത്തുള്ളൂ, പുസ്തകം നോക്കി വായിക്കാൻ അറിയത്തുള്ളൂ. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചിരിക്കും. ഇപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് റിയലായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല അല്ലേ? നമ്മൾ സ്വർഗസ്നായ പിതാവേ എന്നൊക്കെ പറഞ്ഞ് അത് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ പറഞ്ഞ വിശ്വാസത്തിൽ കടന്നു വന്നപ്പോഴേക്കും നമ്മൾ സഭ ഏതെങ്കിലും ചർച്ചിൽ കടന്നു പോകുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നത് കേൾക്കും. ഏതെങ്കിലും ഭവനത്തിൽ കൊടുക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് അപ്പം നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയാണ് ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെയാണ് സഭായോഗം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ടത്, സഭായോഗം കഴിയുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, തിരുവത്താഴത്തിന് വേണ്ടി ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് കേട്ടതും കണ്ടതും നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. ഇതിൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. എന്നാൽ ആ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് മറുപടി തിരുവചനത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും തിരുവചനത്തിൽ നമുക്കത് ചിന്തിക്കാം. അതിനു മുമ്പ് ഈ കർത്താവും ശിഷ്യന്മാരും അല്ലേ, 3.5 വർഷക്കാലം കർത്താവിന് ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ നടന്നു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇതെല്ലാം കണ്ടു. പക്ഷേ ഒരിക്കൽ പോലും ഈ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചിട്ടില്ല, കർത്താവെ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കാൻ പഠിപ്പിക്കണം. കർത്താവരെ കമ്മീഷൻ ചെയ്ത് വിടുന്നത് നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവിൻ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നുമല്ല പറയുന്നത്. യാക്കോബ് ലേഖനത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. പക്ഷേ നിങ്ങൾ ദീനമായി കിടക്കുന്നതിന് ഉപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിനെക്കുറിച്ചല്ല നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ സംസാരിക്കുന്നത്. കർത്താവ് നിങ്ങൾ കടന്നു പോകും, രോഗികളെ സൗഖ്യമാക്കുവിൻ. അപ്പോൾ ശിഷ്യന്മാർ ഈ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടു. പക്ഷേ കർത്താവ് എങ്ങനെയാണ് കർത്താവ് അത്ഭുതം ചെയ്യുന്നത് അത് ഞങ്ങളെ പഠിപ്പിക്കണമെന്നോ, ഇല്ലെങ്കിൽ രോഗികൾ എങ്ങനെ സൗഖ്യമാക്കുന്നതെന്നോ, ഭൂതങ്ങൾ എങ്ങനെ പുറത്താക്കണമെന്നോ അത് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ശിഷ്യന്മാർ കർത്താവ് യേശുക്രിസ്തുവിനോട് ഒരു കാര്യം ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേതാണ്? പ്രാർത്ഥിക്കാൻ. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ഇവർ ചോദിച്ചു അല്ലേ? വേറെ ഒരു കാര്യവും ശിഷ്യന്മാര് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളാരും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. നമ്മളതിന് ഇമ്പോർട്ടൻസ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ചിലപ്പോൾ ഫലം കാണും, ചിലപ്പോൾ വിടുതൽ കിട്ടും, ചിലപ്പോൾ രോഗി സൗഖ്യമാകും. പക്ഷേ ഈ ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിച്ചത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ.
അല്ലേ? ആ തിരുവചനത്തിൽ നമ്മൾ ആ വാക്യം ഒന്ന് നമ്മൾ വായിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഒന്ന് വായിച്ചേട്ടെ. Now it came to pass, as he was praying in a certain place, when he ceased, that one of his disciples said to him, Lord, teach us to pray, as John also taught his disciples. Lord, teach us to pray just as John also taught his disciples. അല്ലേ? അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം, പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം, ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. അപ്പോ ആ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. യേശു ഇവര് ആരുമില്ലാതെ, ശിഷ്യന്മാർ ആരുമില്ലാതെ തനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം യേശുവിനുണ്ട്. അതിരാവിലെ അവൻ തനിയെ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു, അതിരാവിലെ പോയി പ്രാർത്ഥിച്ചു, മലയിൽ കയറി പ്രാർത്ഥിച്ചു. ഇതെല്ലാം നമുക്ക് കാണാം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, പ്രേ വിത്തൗട്ട് സീസിങ്, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ശിഷ്യന്മാര് യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്, തനിയെ മലയിൽ പോയി പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മളൊന്ന് ഭാവനയെ കാണണം, ശിഷ്യന്മാരിങ്ങനെ നോക്കി നിൽക്കുക. യേശു പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, അല്ലേ? കാരണം അവർ നോക്കുമ്പോഴേക്ക് യേശു മണിക്കൂറുകളോളം, നമുക്കറിയത്തില്ല എത്ര മണിക്കൂറെന്ന്, അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ലാസറെ പുറത്തു വാ എന്ന് വരുമ്പോഴേക്കും മരിച്ച ആൾ പുറത്തു വരിക, കാറ്റെ ശാന്തമാകുക, കടലെ അടങ്ങുന്ന പറയുമ്പോഴേക്കും പ്രകൃതി പോലും കീഴടങ്ങുക. ഇവരിത് കാണുന്നുണ്ട്. ഇവർക്ക് മനസ്സിലായി ഈ പ്രാർത്ഥനയുടെ പുറകിൽ എന്തോ ശക്തിയുണ്ട്. പ്രാർത്ഥനയാണ് ഇതെല്ലാം നടക്കുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥനയല്ല നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, കർത്താവെ, നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന്. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, യോഹന്നാൻ തന്നെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ എന്നാ പറയുന്നത്. സോറി, തെറ്റിപ്പോയി. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ. അപ്പോൾ യോഹന്നാനും ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കും, നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ നമ്മളൊരു സഭയിൽ കടന്നു വരുമ്പോൾ നമ്മളെ ആരും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. വി ജസ്റ്റ് ഫോളോ ദ ക്രൗഡ്, അല്ലേ? നമുക്കത് എങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു പോവാ. അപ്പൊ അതിന് തെറ്റുണ്ടോ? തെറ്റില്ല. പക്ഷേ ഇഫ് യു ഗെറ്റിംഗ് ദ 100 റിസൾട്ട്, യു ജസ്റ്റ് ഫോളോ ഇറ്റ്. പക്ഷെ നാം വചനത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നതെന്ന് കാണിക്കാനാണ് ഇപ്പൊ ചോദ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നു, ഒരു മോഡൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുള്ളൊരു മോഡൽ. അതൊരു ടെംപ്ലേറ്റാ, പ്രാർത്ഥനയുടെ ഒരു ടെംപ്ലേറ്റ്. അല്ലാതെ നമ്മൾ അതെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം നടക്കത്തില്ല, അല്ലേ? ടെംപ്ലേറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒന്നും നടക്കത്തില്ല. പക്ഷേ ഞാനും ഒക്കെ അത് പണ്ട് കാത്തലിക്കിലായിരുന്നപ്പോൾ അതെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കത് എഴുതി വായിക്കാനേ അറിയത്തുള്ളൂ. കുറെ നമുക്കത് ബൈഹാർട്ട് അറിയാം. നമ്മളതിങ്ങനെ റിസൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ടെംപ്ലേറ്റാ, അല്ലേ? ഇപ്പോൾ നമ്മളൊരു ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു റെസ്യൂമെ വേണം. റെസ്യൂമെ വേണമെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു റെസ്യൂമെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്യൂമയുടെ ഒരു ടെംപ്ലേറ്റ് വരും, ഒരു മോഡൽ. എന്നിട്ട് നമ്മൾ അതിനകത്ത് നമ്മുടെ ഇൻഫർമേഷൻസ്, നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ബയോഡാറ്റ, നമ്മുടെ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഫോർവേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ടെംപ്ലേറ്റ് എടുത്ത് നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാറില്ല. സോ ദിസ് ഈസ് എ ടെംപ്ലേറ്റ്. ഓക്കെ, അപ്പോൾ അതല്ല എൻ്റെ വിഷയം. അപ്പോൾ പ്രാർത്ഥന, ദാറ്റ്സ് ദ ബേസിക് തിങ്. പക്ഷെ പ്രാർത്ഥന നമ്മൾ തിരുവചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും 3 പ്രധാന ഉദാഹരണങ്ങൾ കർത്താവേ യേശു ക്രിസ്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇതിൻ്റെ താഴെ തന്നെ അർദ്ധരാത്രിക്ക് അപ്പം ചോദിച്ചു വരുന്ന ഒരു സ്നേഹിതൻ, പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് തൻ്റെ കൂട്ടുകാരൻ്റെ വാതിലിൽ മുട്ടുന്ന, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് ചിന്തിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ മാത്രം ഞാൻ ഇപ്പോൾ എടുക്കാം. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ചോദിച്ചോ മറുപടി തീർച്ചയായിട്ടും ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അതൊരു ഉദാഹരണമാണ്. കർത്താവ് ഒരു ടെംപ്ലേറ്റ് പറയുന്നു, അതിനുശേഷം അർദ്ധരാത്രിക്ക് അപ്പം ചോദിച്ചു വരുന്ന ഒരു ഉപമ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ ഉപമ എന്ന് പറഞ്ഞൊരു ഉപമ കർത്താവ് പറയുന്നുണ്ട്, അല്ലേ? 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വേണമെന്ന് വായിച്ചാട്ടെ. When he spoke a parable to them, that men always ought to pray and not lose heart. ഓക്കെ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഉപമ, അല്ലേ? ഉപമ. എന്നിട്ട് ആ ഉപമ നമുക്കറിയാം, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം കേട്ടോ. അവിടെ ഒരു വിധവയും ഒരു അനീതിയുള്ള ന്യായാധിപന്റെയും ഉപമയാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്. അതും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ്, അല്ലേ? ഹെഡിങ് മറന്നു പോകരുത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം
എന്നുള്ളതിനുള്ളൊരു ഉപമയാണ് കർത്താവ് അവിടെ പറയുന്നത്. പക്ഷെ ആ ഉപമ നിർത്തുന്ന വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 8-ാം വാക്യത്തിൽ അത് ആ ഉപമ പറഞ്ഞിട്ട് കർത്താവ് യേശുക്രിസ്തു നിർത്തുന്ന ഒരു വാക്യമുണ്ട്. Nevertheless, when the Son of Man comes, will he really find faith on the earth? Nevertheless, when the Son of Man comes, will he find faith on the earth? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നാൽ മനുഷ്യപുത്രന് വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? See, ഈ വാക്യവും ഇതിന്റെ തുടക്കവും മറന്നുപോയിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഉപമ ആൾക്കാരെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പ്രാർത്ഥന മടുത്തുപോയാൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് വിശ്വാസത്തിൽ കൊണ്ടുവന്ന് നിർത്തുക കർത്താവ് യേശുക്രിസ്തു. പിന്നെ അതിന്റെ തൊട്ട് താഴെ പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന. ഇപ്പൊ ഈ 3 ഉപമകൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഉപമകൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന നമുക്ക് കാണാം, എഫെബ്രാസിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം, അനേക പ്രാർത്ഥനകൾ നമുക്ക് ലേഖനങ്ങളിലെല്ലാം കാണാം. എന്നാൽ ഇതിന്റെ പ്രിൻസിപ്പിൾ മാത്രം, എൻ്റെ അടിസ്ഥാനം മാത്രം ഞാനൊന്ന് പറയാം. ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് നോക്കുമ്പോഴേക്കും ഒരു കോർട്ടിന്റെ സെറ്റാ, ഒരു അനീതിയുള്ള ഒരു ജഡ്ജും ഒരു വിധവയും, അല്ലേ? ഒരു കോർട്ടിന്റെ സെറ്റപ്പ് നമുക്ക് കാണാം. ഈ പ്രാർത്ഥനയുടെ വേർഡ് നമ്മൾ പഠിച്ചാൽ, പ്രയർ എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ ഹീബ്രുവിൽ നമ്മൾ നോക്കിയാൽ ടെഫില എന്നുള്ള പറഞ്ഞൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടെഫില എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എക്സിക്യൂട്ടിങ് ജഡ്ജ്മെന്റ് എന്ന വാക്കിന്റെ അർത്ഥം. നീതി, വിധി നടപ്പാക്കുക, ഇല്ലെങ്കിൽ എക്സിക്യൂട്ടിംഗ്, വിധി നടപ്പാക്കി, എക്സിക്യൂട്ടിംഗ് ജഡ്ജ്മെന്റ്. അതിൽ ഗ്രീക്കിന്റെ ഒരു വേർഡ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രൊസൂക്കോമായി എന്നൊരു വേർഡ്. പ്രൊസൂക്കോമായി, ആ വേർഡിനും പെറ്റീഷൻ, സപ്ലിക്കേഷൻ, പ്രേയർ ഇതെല്ലാമാണ് അതിന്റെ അർത്ഥം കൊടുത്തേക്കുന്നത്, അല്ലേ? പെറ്റീഷൻ എല്ലാം നമ്മൾ കൊടുക്കുന്ന അവിടെ ഗവൺമെന്റ് ഓഫീസല്ലേ, ഏതെങ്കിലും അധികാരികൾക്ക് ഒരു പെറ്റീഷൻ, ഒരു അപേക്ഷ സമർപ്പിക്കുന്നു, ഒരു നിവേദനം സമർപ്പിക്കുന്നു, ഒരു സപ്ലിക്കേഷൻ, ഒരു ഹർജി, അല്ലേ? ഇതെല്ലാം പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും അധികാരികളോടോ ആ വേർഡും ആ ടെർമിനോളജിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അരാമിക്കില് ഈ പ്രയറിന്റെ വേർഡിന്റെ മീനിങ് നമ്മളൊന്ന് നോക്കിയാൽ, ഒരു സ്ലോത്ത എന്ന് പറഞ്ഞൊരു വേർഡ് ഉപയോഗിച്ചേക്കുന്നത്, SLOTH. ഓക്കെ, ആ സ്ലോത്ത് എന്നുള്ള വേർഡാണ് അരാമിക്കിൽ ഉപയോഗിച്ചേക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് ബ്ലോ മൈ മൈൻഡ്. ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റ് യുവർ മൈൻഡ് ലൈക്ക് എ ട്രാപ്പ് that you may catch the thoughts of God. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒരു കെണി പോലെ ഒരുക്കുക, ഒരു വാൽക്കെണി പോലെ ഒരുക്കുക. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ചിന്തകളെ പിടിക്കുവാൻ. മനസ്സിലായ? ദൈവത്തിന്റെ ചിന്തകൾ ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ നമ്മുടെ ഹൃദയം, ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് യുവർ മൈൻഡ്, നമ്മളെ മനസ്സിനെ, നമ്മളെ ഹൃദയത്തിനെ, നമ്മുടെ മൈൻഡിന് ഒരു ട്രാപ്പ് പോലെ, ഒരു കെണി പോലെ, ഒരു വല പോലെ ഒരുക്കുക. ഇതിന് ദൈവത്തിന്റെ ചിന്തകളെ പിടിക്കുവാൻ. അപ്പൊ ഈ അർത്ഥത്തില് നമ്മൾ നോക്കിയാല് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വചനങ്ങളും എല്ലാം മേക്ക് സെൻസ് ചെയ്യും. ഒറ്റ വാക്യം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ഡിഫൈൻ ചെയ്യാട്ടോ. യോഹന്നാൻ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കും, അത് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, പിതാവായ ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണലാണ്, വചനം കണ്ടീഷണലാണ്. അപ്പൊ പ്രാർത്ഥനയുടെ ഒരു കണ്ടീഷൻ കർത്താവോടെ പറയുക, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, if my word abide in you, if you abide in me and my word abide in you, whatever you ask. അപ്പൊ നമ്മൾ തോന്നിയത് ചോദിക്കത്തില്ല, വചനത്തിലുള്ളത് ചോദിക്കത്തുള്ളൂ. That is his thoughts. സോ അപ്പൊ വചനപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ നമുക്ക് ലഭിക്കുമോ? തീർച്ചയായിട്ടും ലഭിക്കും. അപ്പൊ നമ്മള് പ്രാർത്ഥന അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും വളരെ സിമ്പിളാണ്. പക്ഷെ ഈ പ്രിൻസിപ്പിൾ നമുക്ക് കിട്ടിയാൽ, ഇപ്പോൾ ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് എടുക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ ദിസ് ഈസ് ദ ട്രൂത്ത് ഫ്രം ദ വേർഡ്. ഞാൻ ഉപമകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഉപമകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ ബേസ്, ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ മാത്രം ഞാനിപ്പോൾ എടുക്കുന്നു. ഓക്കെ, ഈ വാക്കിന് പ്രയറിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം ഏത് ലാംഗ്വേജിൽ നമ്മൾ നോക്കിയാലും എക്സിക്യൂട്ടിംഗ് ജഡ്ജ്മെന്റ്, സപ്ലിക്കേഷൻ, പ്രയർ, പെറ്റീഷൻസ്, ഇല്ലെങ്കിൽ സെറ്റ് യുവർ മൈൻഡ് ലൈക്ക് എ ട്രാപ്പ് ദാറ്റ് യു മേ ക്യാച്ച് ദ തോട്ട്സ് ഓഫ് ഗാഡ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം.
ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. സോറി ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പഠിപ്പിക്കേണ്ട വിഷയമാണ്. ബട്ട് ഐ വിൽ ട്രൈ പല ക്ലാസ് പല ക്ലാസ്സായിട്ട് ദൈവവചനത്തിൽ നമുക്കത് ചിന്തിക്കാം. താങ്ക് ഓക്കെ, യു താങ്ക് യു ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് പ്രൈസ് യു ഗാഡ്.